ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടത്തിന്റെ പേരാണ് ഖണ്ഡശ. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഒരു ഡെഡ് ബോഡി കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. വെള്ളത്തിൽ കിടന്ന് അളിഞ്ഞു തുടങ്ങിയ ഡെഡ് ബോഡി എടുക്കാൻ നമ്മുടെ നായകൻ പരമു അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ വന്നില്ലേ? 10 മണിക്ക് വരുമെന്ന് പറഞ്ഞാ സാർ. സാറേ, അവന്റെ വണ്ടിയാന്ന് തോന്നുന്നു. ഒന്ന് പെട്ടെന്ന് പോയി വിളിച്ചോണ്ട് വാടോ. ആരാണ് മരിച്ചത്, അല്ലെങ്കിൽ ആരാണ് ഇയാളെ കൊന്നത്? അതൊന്നല്ല നമ്മുടെ കഥ. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. അങ്ങനെ ആ ഡെഡ് ബോഡി ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ആരേലും എന്തെങ്കിലും ഒന്ന് പറയടോ, ബോറടിക്കണു. പിന്നെ ഓ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ ഇങ്ങനെയൊക്കെ സുഖം. നന്നായിട്ടുണ്ട്. ആരും ഒന്നും മിണ്ടാത്തത് കൊണ്ട് പരമു ആ ഡെഡ് ബോഡിയോട് സംസാരിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ഡെഡ് ബോഡിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി. ആരുമില്ലാതെ ഇവിടെ എനിക്ക് സംസാരിക്കാൻ. അങ്ങനെ ബോറടിച്ച പരമു എന്തോ ആലോചിക്കുകയാണ്. നോക്കുമ്പോ അടുത്ത ഷോട്ടില് ദേ പരമു വേറൊരു ലുക്കില് കാറില് പോവാണ്. ഹലോ, ഡിസ്ട്രിക്ട് കളക്ടർ പവൻകുമാർ സാറല്ലേ? ഓ, അപ്പൊ പരമു ആദ്യം ഇങ്ങനെയായിരുന്നോ? ഇങ്ങനെ ഉണ്ടായിരുന്ന പരമു എങ്ങനെയാണ് ഇങ്ങനെയായത്? പരമുവിന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് ആരാ? അതൊന്നുമല്ല നമ്മുടെ കഥ. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായേനെ. ഇയാളാണ് വിഘ്നേഷ്. ഞാൻ വിഘ്നേഷ് റാം. ഓ യെസ്, വേർ ആർ യു നോ? ഐ ഹാവ് ജസ്റ്റ് റീച്ച്. നമുക്ക് എവിടെ വെച്ച് കാണാൻ പറ്റും? നമുക്ക് ഈവനിങ്ങിൽ രാമവർമ്മ ക്ലബിൽ മീറ്റ് ചെയ്യാം. അവിടെ ആവുമ്പോൾ മറ്റ് ശല്യങ്ങൾ ഉണ്ടാവില്ല. മറ്റ് ശല്യങ്ങൾ ഉണ്ടാവില്ല? അപ്പൊ ഇയാളൊരു ശല്യാണെന്നാണോ പറയണത്? കളക്ടറെ കണ്ടാൽ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുമെന്ന് മിനിസ്റ്റർ പറഞ്ഞിരുന്നു. അച്ഛാ? അച്ഛാന്നോ? ഇയാളുടെ അച്ഛനോ? അച്ഛാ ഹിന്ദി എണ്ണേ. മിനിസ്റ്റർ പറഞ്ഞിരുന്നു നിങ്ങളുടെ വിഷയം. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. പിന്നെ ഇവര് രണ്ടുപേരും കൂടെ എന്തൊക്കെയോ സംസാരിക്കും. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് കേൾക്കാൻ പറ്റില്ല. കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായേനെ. നിങ്ങൾ എന്തിനെ പറ്റിയാണ് ഈ സംസാരിക്കണതെന്നൊന്ന് പറയാൻ പറ്റൂ? അതിപ്പോ പറയാൻ പറ്റില്ല. അത് ഞങ്ങൾ ലാസ്റ്റേ പറയുള്ളൂ. കാരണം അത് ഈ പടത്തിന്റെ ട്വിസ്റ്റ് ആണ്. വരകാണ്ടൊന്ന് വിളിച്ചോണ്ട് പോടാ. A few moments later. നീ എന്തിനു വേണ്ടിട്ട് ഈ പരിപാടിയൊക്കെ കാണിക്കാനിരിക്കില്ല? വൃത്തിക്കറിയാ കേട്ടാ. കഥല്ല, അതന്നെ. എനിക്ക് തിന്നാനുള്ള പൈസ 50. ഓരോരോ കോലങ്ങളെ. ഓ, ആരാ ഇത് പറയണത്? ഷാരൂഖ് ഖാനോ? ഷാരൂഖ് ഖാൻ എന്താ ഹോട്ടലിൽ ചെയ്യണ്? പരമുവിന് ഒരു ഭാര്യയും കുട്ടിയുണ്ട്. പരമു സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആളാണ്. അമ്മ, ഇതൊന്ന് പറഞ്ഞു തരാമോ? ஏண்டி இதெல்லாம் கேட்டு என்ன கிண்டல் பண்ற? ஒன்ன மாதிரி படிக்க தெரிஞ்ச நான் இப்படி இருக்குமா? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? പഠിക്കാൻ അറിയണ ആൾക്കാരൊന്നും വീട്ടിൽ കറി വെക്കാറില്ലേ? അച്ചോ, എൻ പുള്ള വിഷമാച്ചാ? വിഷമാച്ചാ? അതാ കുട്ടിയല്ല ചോദിക്കേണ്ടത്. കുറെ നേരമായാലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. വിഷമായോ? വിഷമാച്ചാ? അപ്പാ, അപ്പാ, ഈ ട്യൂണ് ഞാൻ എവിടെയോ കേട്ടുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും കടന്നുറങ്ങേണ്ട സമയമായി. പക്ഷെ പരമുവിന്റെ ഭാര്യ മല്ലി ഉറങ്ങാതെ പരമുവിനെ നോക്കിയിരിക്കുകയാണ്. minutes later. One hour later. എടോ, താരൊരുമാരി വളവറക്കരുത് എന്റെ അടുത്ത്.
അവിടെ ഒരു പാട്ട് വന്നില്ല. വന്നിരുന്നെങ്കിൽ നന്നായേനെ, അടിച്ചുകൂടായിരുന്നു. അങ്ങനെ മല്ലി പരമുവിനെ ആദ്യമായിട്ട് കണ്ട ആ സുന്ദര നിമിഷങ്ങൾ ആലോചിക്കുകയാണ്. ഇതിപ്പോ അവര് ഇയാൾ അടിച്ചതാണോ അതോ ഡാ വന്നിടിക്കി ഇവിടെ വെച്ചിട്ടുണ്ട് സൈക്കിള് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇടിപ്പിച്ചതാണോ? മല്ലിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവരിങ്ങനെ ചെയ്തില്ലെങ്കിൽ പരമൂന് ഇവര് കണ്ടുമുട്ടില്ല. നമുക്ക് ആശുപത്രിയിൽ ഏതാവത് പോലാലേ? ഒന്നും വേണ്ട, വീട്ടിൽ ചെന്ന് മരുന്ന് വെച്ച മാറിക്കോളും. അപകടം പറ്റിയ പരമുവിനെ മല്ലി അയാളുടെ വീട്ടിലെത്തിച്ചു. രാവിലെ ഇവിടുന്ന് വെടിപ്പായി പോയ ചെക്കനാ, നീ ഇതെവിടെ ചെന്ന് കേറി കൊടുത്തടാ? നീ ഏതാവണ്ണേ? നാം മല്ലി ടൗണില് ആക്രയും പാട്ടെല്ലാം എടുക്കறாங்க. അപ്പൊ തമിഴ് അറിയില്ല, മലയാളം അറിയില്ല. അഞ്ജനം എന്തെന്ന് ഞാൻ അറിയും, മഞ്ഞള് പോലെ വെളുത്തിരിക്കും. ടൗണില് ആക്രയും പാട്ടെല്ലാം എടുക്കறாங்க. ഇവരെ വഴിയിல കെട്ട പസங்க சேர்ந்து அடிச்சிட்டு இருக்காங்க. അടിച്ചിട്ട് ഇരിക്കാങ്ക അല്ല, അടിച്ചിട്ടിരുന്നാങ്ക. நான் பார்க்கலனா கண்டிப்பா இவரை கொன்னுடுவாங்க. കൊന്നിടുവാങ്ക അല്ല, കൊന്നിരുപ്പാങ്ക. അയ്യോ, പരമോണ എന്താ ഇത്? നീ ഇത് കടികള പട്ടി. നമ്മുടെ കോളനി ഒരു തല്ലിയവനെ ഇടിച്ച് ചോര തുപ്പിക്കണം. ഒന്നും വേണ്ടടാ. അണ്ണനങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് തന്നെ അവരെ ഇടിക്കണം. അതിന് ഇയാളിപ്പോ ഒന്നും ചെയ്യാനൊന്നും പോണില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാന്നല്ലാണ്ട്. അണ്ണനങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് തന്നെ അവരെ ഇടിക്കണം. വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ഒന്നും വേണ്ടടാ. അയ്യോ, എന്ത് പറ്റിയണ്ണാ? എത്ര പ്രാവശ്യമായി ഈ ചോദ്യം ചോദിക്കുന്നേ? പരമുവിനെ വീട്ടിലാക്കിയ മല്ലി ഒരു പരിചയമില്ലാത്ത അയാളുടെ വീട്ടിലത്തെ അടുക്കളയിൽ കയറി കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. A few moments later. പരമോണ്ണനെ തല്ലിയവന്മാരെയൊക്കെ കൊന്ന് കൊല വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇവിടെ വന്നിരുന്നിട്ട് പാട്ട കൊട്ടുകയാണ്. പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. പാട്ടുറങ്ങും പൂങ്കുഴലോ പാടിയുണർത്തുന്ന. ഈ പാട്ടിന്റെ ഇടയിൽ പരമോണ്ണൻ മല്ലിയുമായി കൂട്ടാവുകയാണ്. പാട്ട് കഴിഞ്ഞതും പരമോണ്ണൻ തന്റെ പ്രേമം മല്ലിയോട് പറഞ്ഞു. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് കൂട്ടായി ഇനി നീ വേണം. നിന്നെ ഒരു കുറവില്ലാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ മല്ലിയെ ഒരു കുറവുമില്ലാതെ നോക്കാമെന്ന് പരമു വാക്കുകൊടുത്തു. അയാള് മല്ലിയെ അങ്ങോട്ട് കെട്ടി. അവർക്ക് ഒരു കുട്ടിയുമായി. പരമു എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഒരു കുറവുമില്ല. മല്ലിയാണ് ഇപ്പൊ പണിക്ക് പോയിട്ട് അയാളെ കൂടി നോക്കണതെന്ന് മാത്രം. ഇനി നമുക്ക് മല്ലിയുടെ കൂടെ പണിക്ക് പോയാലോ? അമ്മ, പഴയ കുപ്പി പാട്ട് ഏതാവത് കൊടുക്കാനുണ്ടാ? എന്നാ നീ വാ. ശരി. ദേ, ഇത്ര സാധനങ്ങളുണ്ട്. ഇത് വളരെ കുറവാണല്ലോ. തീരെ കുറവായത്. അതെ, ഇവിടെ 1 ലക്ഷം രൂപ വരെ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. ഏത് ഈ 2 കാർഡ്ബോർഡ് കഷ്ണവും ആ ടിവിയുടെ മൂടും. കിട്ടിയത് വാങ്ങിയിട്ടൊന്ന് പോവോ ചേച്ചി? കഥ ഇനി തുടങ്ങിയിട്ടില്ല. തീരെ കുറവായത്. എങ്കിലും ഒരു 80 എനിക്ക് തരണം. അങ്ങനെ ആ ടിവിയുടെ മൂടിന്റെ പേരില് ഒരു ബാർഗെയിനിങ്. 100 രൂപയിലും തരണം. கடவுளே, 100 രൂപവാ? എങ്കിലും ഒരു 80 എനിക്ക് തരണം. சரி, தர்க்கம் வேணாம். ஒரு 70 ரூபாய் தரேன். 70 രൂപയാ? 70 രൂപയാ? ஆமா, அதுதான் லாஸ்ட் வேலை. എന്തെങ്കിലും ആട്ടെ. അപ്പോഴാണ് 2 ഗുണ്ടകൾ മല്ലിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. അവിടല്ല, ഇവിടെ. ഇതെല്ലാം പുതിയ പാത്രങ്ങളാണല്ലോ ചേട്ടന്മാരെ. ഇവിടെ ചളിങ്ങിയതൊന്നും ഇല്ലല്ലോ മോളെ. അവിടെ മല്ലിയുടെ ഒരു ഫൈറ്റ്. പക്ഷെ അത് കാണിക്കില്ല. നല്ലതൊന്നും കാണിക്കരുത്. ഇപ്പൊ എനിക്ക് ചളങ്ങിയത് കടച്ചാച്ച്. അങ്ങനെ ചളുങ്ങിയതൊന്നും ഇവിടെ എടുക്കല്ല എന്ന് പറഞ്ഞ അവന്മാരെ തന്നെ മല്ലി ചളിക്ക് വിട്ടു. ഇതുപോലത്തെ നല്ലൊരു മാസ് സീനിന് കൊടുത്തേക്കണ BGM കേട്ടോ നിങ്ങള്? ഈ സംഭവങ്ങൾക്ക് ശേഷം പരമു മല്ലിയോട് ചോദിച്ചു, തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ? തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ? ഇനി നമുക്ക് സങ്കടം തോന്നാൻ വേണ്ടിയിട്ട് മൊന്തയിൽ കൊട്ടുന്ന ഒരു BGM. ഇത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടമല്ല തോന്നുന്നത്, ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. കാരണം ഇത് അതുപോലെ ഉണ്ട് എന്നല്ല, അത് തന്നെ എടുത്തു വെച്ചിരിക്കുകയാണ് അല്ലേ? അടുത്ത സീനില് വീണ്ടും വിഘ്നേഷ്. ജീവപര്യന്തം തടവായിരുന്നു. വലിയ പ്രശ്നക്കാരനായിരുന്നു. അയാൾ ആരെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അന്വേഷിക്കണത് ആരാണെന്ന് അറിയോ? അല്ല, എനിക്കറിയില്ല. എനിക്കറിയാമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. പക്ഷെ എനിക്കറിയില്ല, അവരോട് തന്നെ ചോദിക്കണം. മല്ലി ഒഴിവ് സമയങ്ങളിൽ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട്. അങ്ങേരിപ്പോ ഒരു പണിക്കും പോകില്ല. പോരാതിന് ആ തെമ്മാടികളായ ചീട്ടുകളി. കണ്ണ് തെറ്റിയാ ഞാൻ പണിയെടുത്ത കാശ് കൊണ്ട് മുങ്ങും. എവിടുന്നാടാ ഇത്രയും കാശ്? അപ്പം തിന്നാ പോരെ?
കുഴിയെണ്ണ അപ്പുണ്ടാക്കിയത് വേറെ ആളാണെങ്കിലേ കുഴിയൊക്കെ ചിലപ്പോ എണ്ണണ്ട് വരും. ഇനി കുറച്ചു നേരം ഇയാളുടെ ചീട്ടുകളി കാണാം. അത് ശരി. സമയമില്ല അച്ഛനെ, പോയിട്ട് വേറെ പണിയുണ്ട്. കളിക്കാനാണെങ്കിൽ ഞായറാഴ്ച വരാം. இன்னைக்கு முடிச்சிடும் உங்க விளையாட்டு. പിറ്റേ ദിവസം പരമു ജോലിക്ക് പോയപ്പോ അവിടെ വെച്ച ഒരു ഗുണ്ട അയാളുടെ പട്ടിയെ വിട്ട് പരമുവിനെ കടിപ്പിച്ചു. നോക്കുമ്പോ ആ പട്ടിക്ക് പേ പിടിച്ചിട്ടുണ്ടായിരുന്നു. പട്ടിയുടെ കടി കൊണ്ട പരമു മരിച്ചു. പരമു മരിച്ചതും അവിടേക്ക് വിഘ്നേഷ് എത്തി. ആരാ മനസ്സിലായില്ല? ഞാൻ പരമുവിന്റെ ബ്രദറാണ്. കള്ളപ്പന്നി. സ്വന്തം അനിയൻ നരകിച്ച് ജീവിക്കുമ്പോ ഇയാൾ AC കാറിൽ അങ്ങടും ഇങ്ങടും കടന്ന് കറങ്ങുകയായിരുന്നു. അപ്പോഴൊന്നും ഇയാൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല. എന്നിട്ട് ഇപ്പൊ മരിച്ചപ്പോ അങ്ങോട്ട് കെട്ടിയെടുത്തേക്കാണ്. ചെറുപ്പത്തിലെ ഞാൻ നാട് വിട്ട് ബോംബെക്ക് പോയി. ഇപ്പൊ ബിസിനസ്സാണ്, എക്സ്പോർട്ടിംഗ് ആണ്. അങ്ങനെ ഡബിൾ റോളിൽ ഒരു റോള് കഴിഞ്ഞു. ഇനി വിഘ്നേഷിന്റെ വക ഒരു ഫ്ലാഷ് ബാക്ക്. പരമുവിന്റെ അച്ഛൻ ഒരു കള്ളുകുടിയനായിരുന്നു, ഒരു ചെറ്റ. കള്ളുകുടി പെണ്ണുപിടി അതായിരുന്നു അയാളുടെ ഹോബി. എന്താടി അങ്ങേർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതിനുള്ള കെൽപ്പുമില്ല അയാൾക്ക്. സംഭവം എന്താന്ന് വെച്ചാ പരമുവിന്റെ അച്ഛന് ഏതോ ഷാപ്പത്തെ ഏതോ സ്ത്രീയുമായി ഒരു കണക്ഷൻ ഉണ്ട്. അവര് പ്രഗ്നന്റ് ആണ്. ഇതറിഞ്ഞപ്പോ അയാളും അയാളുടെ ഒഫീഷ്യൽ ഭാര്യയും തമ്മിൽ അടിയായി. ഒഫീഷ്യൽ ഭാര്യ എന്ന് വെച്ചാൽ നമ്മുടെ പരമുവിന്റെയും വിഘ്നേഷിന്റെയും അമ്മ. നീ എന്നെ ചോദ്യം ചെയ്യാറാടി. അതിന്റെ ഇടയിൽ പരമുവിന്റെ അച്ഛൻ പരമുവിന്റെ അമ്മയെ കൊന്നു. നീ എന്റെ കൈ പിടിക്കാറായോ? ആ ചവിട്ടിൽ ഇയാള് ബോംബെയിൽ എത്തിന്നാണ് പറയണത്. അന്ന് ഈ വള്ളി ട്രൗസർ ഇട്ട് നടന്ന വിഘ്നേഷ് അവിടെ നിന്ന് ഓടിപ്പോയി ബോംബെയിലെത്തി വലിയ ബിസിനസ് മാഗ്നറ്റൊക്കെ ആയി ഇന്ന് കാണുന്ന വിഘ്നേഷായി മാറുകയാണ്. അതെങ്ങനെ എന്നൊന്നും ഇതിൽ പറയണില്ല കേട്ടോ. ബോംബെയിൽ പോയാൽ ഡോൺ ആവണം, റിച്ച് ആവണം, അത് ഒരു നിയമമാണല്ലോ. അപ്പൊ പറഞ്ഞു വന്നത് വിഘ്നേഷ് അപ്പൊ ഓടിപ്പോയി, പരമു അവിടെ നിന്നു. പരമുവിന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി വിഘ്നേഷിന്റെ തന്നെ മറ്റൊരു ഫ്ലാഷ് ബാക്ക്. അയാൾക്ക് മക്കളില്ല. ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കുഞ്ഞിനെ താലോലിക്കാന്നുള്ളത്. വൈ ഡോണ്ട് യു സഫറിംഗ് ഫോർ മീ? വൈ ഡോണ്ട് യു സഫറിംഗ് ഫോർ മീ എന്ന് വെച്ചാ എന്തുകൊണ്ട് നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നില്ല? വൈ ഡോണ്ട് യു സഫറിംഗ് ഫോർ മീ? വാവ്, വാട്ട് എ തട്ടിക്കൂട്ട് ഇംഗ്ലീഷ്. അങ്ങനെ അവര് കുട്ടിയെ ദത്തെടുക്കാനുള്ള തീരുമാനവുമായി ഒരു അനാഥാലയത്തിലെത്തി. പക്ഷെ ഇവർക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളോടാണ് താല്പര്യം. ലെറ്റ് മീ ട്രൈ. നീ ഇതെന്തൊക്കെ എഴുതി വെച്ചേക്കണ എന്റെ ജിംബ്രൂട്ടാ? ഞങ്ങളുടെ ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ ഒരു ആൺകുട്ടിയാണ് വേണ്ടത്. അതെന്താ പെൺകുട്ടികൾക്ക് ബിസിനസ് നോക്കി നടത്താൻ പറ്റില്ലേ? നാട്ടിലൊരു അനിയനുണ്ടെന്ന് അന്ന് രാത്രി ഊണ് കഴിഞ്ഞ ശേഷമാണ് വിഘ്നേഷിന് ഓർമ്മ വന്നത്. നാട്ടിൽ എനിക്കൊരു അനിയനുണ്ട്. ഞങ്ങൾ ഐഡന്റിക്കൽ ടിങ്സ് ആണ്. നാട്ടിൽ അവനിപ്പോ കുടുംബവും കുട്ടികളൊക്കെ ആയി കാണും. അവരൊക്കെ എവിടാന്നൊന്നും എനിക്കറിയില്ല. അന്വേഷിച്ചാലേ അറിയുള്ളൂ ഇത്രേ. അല്ലാതെ വഴി കൂടെ പോണവര് വന്നിട്ട് ഹലോ വിഘ്നേഷ്, നിങ്ങളുടെ അനിയൻ കേരളത്തിൽ ഇവിടെയാണ് കേട്ടോ താമസിക്കണ്, ഒന്ന് പോയി നോക്കൂ എന്നൊന്നും പറയില്ല. നമ്മളായിട്ട് അന്വേഷിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. നാട്ടിൽ അവനിപ്പോ കുടുംബവും കുട്ടികളൊക്കെ ആയി കാണും. നമുക്ക് അവിടം വരെ പോയി അവന്റെ ഒരു കുഞ്ഞിനെ ചോദിച്ചു നോക്കിയാലോ? നായിന്റെ പട്ടി മോനെ. നമുക്ക് അവിടം വരെ പോയി അവന്റെ ഒരു കുഞ്ഞിനെ ചോദിച്ചു നോക്കിയാലോ? എന്തത് കോഴിയല്ലേ? ചോദിച്ചാ മതി, അങ്ങോട്ട് എടുത്തു തരും തൂക്കം നോക്കിയിട്ട്. കുട്ടീനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കേരളത്തിൽ എത്തിയത്. അപ്പോഴേക്കും പരമു മരിച്ചു. അങ്ങനെ പരമുവിന്റെ കുട്ടിയെ ഇയാൾ ഏറ്റെടുത്തു. Let's welcome the top rank holder of IAS examination, Miss Pushpa Parameshwar. First of all, thank you all. Our principal, my faculties. A few moments later. So I happily invite the parents of Miss Pushpa IAS onto the stage. അതോടെ ഈ പടവും കഴിഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാ, എന്താണ് ഇപ്പൊ ഞാൻ കണ്ടത്? സിനിമയാണോ? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കിതെന്ന് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാ, ബന്ധുക്കളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ പോയി കാണുക, സംസാരിക്കുക, സഹായിക്കുക. അല്ലാതെ ഈ പടത്തിൽ എടുത്തു വെച്ചേക്കണത് പോലെ അവരുടെ കുട്ടിയെ പിടുങ്ങാനോ അല്ലെങ്കിൽ അവരുടെ ഉള്ളത് അങ്ങോട്ട് അടിച്ചു മാറ്റാന്ന് പറഞ്ഞിട്ടോ നിങ്ങൾ കാണാൻ വേണ്ടി പോവരുത്, ദയവ് ചെയ്തിട്ട്. പരമു സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്ത് കഷ്ടപ്പെട്ട് നടക്കുമ്പോ ഒരുത്തനെയും കണ്ടില്ല. ഇപ്പൊ അയാൾ ചത്തു കഴിഞ്ഞപ്പോ അയാളുടെ ഉള്ളത് കൂടി അമുക്കാൻ വേണ്ടി വന്നിക്കാണ്. പരമുവിന്റെ 2 ഉണ്ടെങ്കിൽ 1 ഇങ്ങോട്ട് എടുക്കാലോ. എന്താത് പേനല്ലേ? വലിയ ത്രിബിൾ റോളൊക്കെ കൊണ്ടുവന്ന് മെർസലാക്കാൻ നോക്കിയതാണ്. ഇത് മെർസലല്ല, ഇത് വെറുക്കലാണ്, വെറുക്കൽ. ഈ സിനിമ കണ്ടിട്ട് ഞാൻ എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനെ കാണാൻ നാട്ടിൽ പോയി. അവൻ പേപ്പട്ടിയേറ്റ് മരിച്ചുപോയി. അവൻ എന്തെങ്കിലും സഹായം ചെയ്താലോ എന്നുകൂടി ഞാൻ ആലോചിച്ചതാ. ഞാൻ പിന്നെ കുറച്ച് കരഞ്ഞു.